ഹായ് ഫ്രണ്ട്സ്, PSC വേർഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്സിൽ നിന്നും പ്രധാനപ്പെട്ടിട്ടുള്ള അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, കുണ്ടറ വിളംബരം, കുറിച്യ ലഹള എന്നിവയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDCക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 1697 നടന്നിട്ടുള്ള അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കലാപം 1697. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ഏത് വർഷത്തിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ളത്? 1697. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്നിരുന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണമാണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും 1697 നടന്നിട്ടുള്ള കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. 1695 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ള വർഷം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഓക്കെ, എന്തൊക്കെ നമ്മൾ പഠിച്ചു? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ള വർഷം 1697. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് നടന്നിട്ടുള്ള കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അടുത്തത് ആറ്റിങ്ങൽ കലാപം, വർഷം 1721. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണ്? ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആരാണ്? ആദിത്യവർമ്മയാണ് വേണാടിലെ ഭരണാധികാരി. ഏത് കലാപം നടക്കുമ്പോൾ? ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. വർഷം ഓർത്തിരിക്കുക. ഒന്നും കൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. വർഷം ഓർത്തിരിക്കുക. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് ചോദിച്ചാൽ വേണാട് ഉടമ്പടിയാണ്. 1723 ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓക്കെ, അടുത്തത് കുണ്ടറ വിളംബരമാണ്. 1809 നടന്നിട്ടുള്ള കുണ്ടറ വിളംബരത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ വിളംബരം ഏതാണ്? ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നിട്ടുള്ള വർഷം ഓർത്തിരിക്കുക. 1809 ജനുവരി 11. ഏതു വർഷത്തിലാണ് കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്? 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്ന സ്ഥലം ഏതാണ്? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം നടന്നിട്ടുള്ള സ്ഥലം. വേലുത്തമ്പിയെ നേരിടാനായി തിരുവിതാംകൂറിൽ എത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയെ നേരിടാനായി തിരുവിതാംകൂറിൽ എത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കേണൽ ലീഗർ ആണ്. ആരാണ്? കേണൽ ലീഗർ ആണ് വേലുത്തമ്പിയെ നേരിടാനായി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. ഒന്നും കൂടി നമുക്ക് നോക്കാം. എന്താണ് കുണ്ടറ വിളംബരം? ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ വിളംബരം അറിയപ്പെടുന്നതാണ് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം നടന്ന സ്ഥലം. വേലുത്തമ്പിയെ നേരിടാനായി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരാണ്? കേണൽ ലീഗർ ആണ്. ഓക്കെ,
അടുത്തത് കുറച്ച്യാർ ലഹളയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1812 കുറച്ച്യാർ ലഹള നടന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കുറച്ച്യാർ ലഹളയുടെ പ്രധാന കാരണം എന്താണ്? കുറച്ച്യാർ ലഹളയുടെ പ്രധാന കാരണമാണ് കുറച്ച്യാരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ലഹളയാണ് അല്ലെങ്കിൽ കലാപമാണ് കുറച്ച്യാർ ലഹള. ഓർത്തിരിക്കുക, കുറച്ച്യാർ ലഹള നടന്നിട്ടുള്ളത് 1812 വയനാട്ടിലാണ്. 1812 വയനാട്ടിൽ വെച്ചിട്ടാണ് കുറച്ച്യാർ ലഹള നടക്കുന്നത്. അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായ കുറച്ച്യാരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തി. അതിനെതിരെ നടന്നിട്ടുള്ള ലഹളയാണ് കുറച്ച്യാർ ലഹള. 1812 വയനാട്ടിൽ വെച്ചിട്ടാണ് ഈ ലഹള നടക്കുന്നത്. കുറച്ച്യാർ ലഹളയുടെ നേതാവ് ആരാണ്? കുറച്ച്യാർ ലഹളയുടെ നേതാവാണ് രാമനമ്പി. രാമനമ്പി ഏത് ലഹളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാവാണ്? കുറച്ച്യാർ ലഹളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാവാണ്. ഓർത്തിരിക്കുക. ഓക്കെ, കുറച്ച്യാർ ലഹളയുടെ പ്രധാന കാരണം എന്താണ്? കുറച്ച്യാരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതിനെ തുടർന്ന് 1812 വയനാട്ടിൽ വെച്ച് നടന്നിട്ടുള്ള കലാപമാണ്. കുറച്ച്യാർ ലഹളയുടെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചത് എന്നായിരുന്നു, അല്ലെങ്കിൽ ഏത് വർഷമാണ്? 1812 മെയ് 1 ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചിട്ടുള്ള വർഷം. ഓക്കെ, ബ്രിട്ടീഷുകാർ കുറച്ച്യാർ ലഹള അടിച്ചമർത്തിയത് എന്നായിരുന്നു? ബ്രിട്ടീഷുകാർ കുറച്ച്യാർ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8 ഓർത്തിരിക്കുക, 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറച്ച്യാർ ലഹള അടിച്ചമർത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചത് എന്നായിരുന്നു? 1812 മെയ് 1. അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച്യാർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? കുറച്ച്യാർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ലഹളയുടെ മുദ്രാവാക്യമാണ്? കുറച്ച്യാർ ലഹളയുടെ മുദ്രാവാക്യമാണ്. എന്തായിരുന്നു മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1812 മെയ് 1 രാമനമ്പിയെ പിടികൂടി ബ്രിട്ടീഷുകാർ വധിച്ചിട്ടുള്ള വർഷം. ബ്രിട്ടീഷുകാർ കുറച്ച്യാർ ലഹള അടിച്ചമർത്തിയ വർഷം 1812 മെയ് 8 വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറച്ച്യാർ ലഹളയുടെ മുദ്രാവാക്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച്യാരുടെ ജീവിതം സംസ്കാരം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുറച്ച്യാരുടെ ജീവിതം സംസ്കാരം എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. ആരാണ്? കുമാരൻ വയലേരിയാണ് കുറച്ച്യാരുടെ ജീവിതം സംസ്കാരം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായെന്നേ എന്ന് കുറച്ച്യാർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? എന്തായിരുന്നു വാക്കുകൾ? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായെന്നേ എന്ന് കുറച്ച്യാർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബറാണ്. TH ബേബറാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായെന്നേ എന്ന് കുറച്ച്യാർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഓർത്തിരിക്കുക, കുറച്ച്യാരുടെ ജീവിതം സംസ്കാരം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുമാരൻ വയലേരിയാണ്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.